ഹലോ ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് എനിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രാറ്റജി ചൂസ് ചെയ്തത്. ഡയറക്റ്റ്ലി വന്ന് ചൂസ് ചെയ്തതാണോ, ഓർ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചൂസിങ് ആണോ, ഇങ്ങനത്തെ കാര്യങ്ങൾ. ആ സ്ട്രാറ്റജി എന്താണ്, അതൊരു കൈൻഡ് ഓഫ് ഒരു എക്സ്പെക്റ്റേഷൻ ക്രിയേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇത്രയും പ്രൊബബിലിറ്റി ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് പറയുന്നതല്ല. അതായത് ഓരോരുത്തർക്കും ഓരോ മെത്തേഡോ കാര്യങ്ങളുണ്ടാവും മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ ചൂസ് ചെയ്തത് എപ്പോഴും ഒരു കാര്യത്തിന്, അത് ട്രേഡിങ്ങിൽ നിന്നല്ല, നോട്ട് അറ്റ് ഓൾ ട്രേഡിങ്, ഈവൻ എൻ്റെ പ്രൊഫഷൻ, മുന്നത്തെ പ്രൊഫഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിലും ചൂസ് ചെയ്തത്, ഞാൻ അതിലും ഫോളോ അപ്പ് ചെയ്യുന്ന മെത്തേഡ്, വർക്ക് ചെയ്യാൻ ഫോളോ അപ്പ് ചെയ്യുന്ന മെത്തേഡ് എല്ലാം ഞാൻ തന്നെ, എനിക്ക് എല്ലാത്തിൻ്റെ ബാക്ക് ബോൺ അറിയണം എന്നുള്ളൊരു ക്യൂരിയസ് ആണ്. എനിക്കത് ബാക്ക് ബോൺ അറിഞ്ഞിട്ട് ഞാൻ അതിനനുസരിച്ചിട്ട് മാർക്കറ്റിൽ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പ്രീവിയസ്ലി ഉള്ള ജോബിൽ ഞാനൊരു വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും കൂടി സാറ്റിസ്ഫാക്ഷനും എനിക്ക് ഒന്നും കൂടി ഗുഡ് റിസൾട്ട് കിട്ടാറുണ്ട്. അതേ ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ ട്രേഡിങ്ങിലോട്ട് വന്നപ്പോഴും എനിക്ക് വന്നിട്ടുള്ളത്. കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 1-2 കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത ആളാണ്. അവരൊക്കെ ഒരു ഫോളോ അപ്പ് ചെയ്തതും അവരൊക്കെ പറയുന്ന കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ സം കൈൻഡ് ഓഫ് സിറ്റുവേഷനിൽ എനിക്കൊരു എന്താ പറയുക, ഒരു പീക്ക് ലെവലിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ബോൺ അറിയാൻ പറ്റാത്തൊരു കണ്ടീഷൻ, അതായത് ഒരു ബ്ലൈൻഡ് ട്രസ്റ്റ്, ജസ്റ്റ് ലൈക്ക് എ ബ്ലൈൻഡ് ട്രസ്റ്റ് നമ്മൾ ചെയ്യണം, ബ്ലൈൻഡ് ട്രസ്റ്റിൻ്റെ പുറത്താണ് കാര്യങ്ങൾ എന്നുള്ളൊരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ഫീൽ എനിക്ക് എവിടെ അടിച്ചു, ഈ 1-2 സ്ട്രാറ്റജികളും ഞാൻ എത്തിപ്പെട്ട് നിൽക്കുന്ന കണ്ടീഷൻ. അപ്പോൾ എനിക്കൊരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്കൊരുപാട് ആൾക്കാരെ അറിയാം. ഇപ്പോൾ സ്ട്രാറ്റജിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ഒന്നും പറയത്തില്ല, ഇന്ന സ്ട്രാറ്റജി ഒന്നുമല്ല, ഒന്നും ഒരു കാര്യമില്ല, പ്രോബിലിറ്റി ഇല്ല. അറ്റ് ദി എൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് എ മണി മാനേജ്മെൻറ്റ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന്, ബട്ട് മണി മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, റിസ്ക് റിവാർഡ്, ആൻഡ് അറ്റ് ദി എൻഡാണ് പ്രോബബിലിറ്റി, റൈറ്റ് പ്രോബബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് മാർക്കറ്റിൽ ആപ്ലിക്കബിൾ ആക്കാം. അപ്പോൾ ഈ പ്രോബബിലിറ്റീൻ്റെ കണ്ടീഷനിലാണ് നമുക്ക് എന്ത് വരിക, സ്ട്രാറ്റജി വരിക. റൈറ്റ്, സ്ട്രാറ്റജി എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രോബബിലിറ്റീൻ്റെ കണ്ടീഷനിലാണ് നമുക്ക് വരിക. ഓക്കെ, സ്ട്രാറ്റജി എന്നുള്ളൊരു കാര്യം നമുക്ക് എവിടെ വരികയാണ്, പ്രോബബിലിറ്റീൻ്റെ കേസിലാണ് നമുക്ക് വരിക. അപ്പം ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തിനാണ്, നമുക്ക് പെർഫെക്റ്റ് പ്രോബബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ പെർഫെക്റ്റ് പ്രോബബിലിറ്റി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മൈൻഡ് സെറ്റിന് ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ മെത്തേഡ് ഉണ്ടാവും. അത് ഈവൻ ട്രേഡിങ്ങിനെ കാണുന്നതിനും, വേറെ എന്ത് ജോബിനെ കാണുന്നതാണെങ്കിലും, വേറെ എന്ത് പ്രോസസ്സിനെ കാണുന്നതാണെങ്കിലും ഓരോരുത്തർക്ക് ഓരോ മെത്തേഡ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പല സ്ട്രാറ്റജീസ് ട്രൈ ഔട്ട് ചെയ്തിട്ടും ഇതൊന്നും സിങ്ക് ആകുന്നില്ല, സംതിങ് മിസ്സിങ് ആണ്, ഹൗ ക്യാൻ ഐ ട്രസ്റ്റ് ബ്ലൈൻഡ്ലി, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും, ഇത് അങ്ങനെ തിങ്ക് ചെയ്യുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി തന്നെ ഫോളോ അപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് പ്രോബ്ലം വരുന്നവരുണ്ടാവാം. ഞാൻ അവരെയൊന്ന് ഫോഴ്സ്ഫുള്ളി ഇതിലോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ലൈക്ക് ഇതാണ് ബെറ്റർ എന്ന് പറയുന്നില്ല. ബട്ട് ഞാൻ എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തു, എനിക്ക് എങ്ങനെ ഇതിലോട്ടൊരു പ്രോബിലിറ്റി കിട്ടുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. എൻ്റെ സ്ട്രാറ്റജിൻ്റെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ SL ഹണ്ടിങ് ആണ്. എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവാം. ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനൊക്കെ നമ്മൾ ഓൾറെഡി ഫോറക്സിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് അഡ്വാൻസ്ഡ് വേർഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, ടെക്നിക്കൽ ടേംസ് അഡ്വാൻസ് ആക്കി എന്ന് പറയാൻ പറ്റും. അതായത് ICT, SMC, സ്മാർട്ട് മണി കോൺസെപ്റ്റ്, ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മേജർലി ഈ SL ഹണ്ടിങ് എന്നുള്ളതിൻ്റെ ഒരു ടെക്നിക്കൽ ടേംസ് മാറ്റിയിട്ട്, കാരണം ഇതൊക്കെ ഓരോരുത്തരുണ്ടാക്കുന്ന സ്ട്രാറ്റജിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അറ്റ് ദി എൻഡ് ദാറ്റ്സ് വർക്ക് ഓൺലി വിത്ത് ദ കോൺസെപ്റ്റ്സ്. അതായത് മണി മാനേജ്മെൻറ്റ്, റിസ്ക് റിവാർഡ്, ബാക്കി എല്ലാവരും ഇത് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ മാർക്കറ്റിൻ്റെ ബാക്ക് ബോൺ എന്താണെന്ന് മനസ്സിലാക്കി തന്നത് എനിക്ക് ഈ ഒരു കണ്ടീഷനാണ്, വേറെ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ അതെന്താണ്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക, അത് എങ്ങനെയൊക്കെ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്, ആൻഡ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് അറ്റ് ദി എൻഡ് ഓൺലി SL ഹണ്ടിങ് എന്നുള്ള കാര്യം വെച്ച് മാർക്കറ്റ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമോ, SL ഹണ്ടിങ്ങിൽ പ്ലസ് സൈക്കോളജിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ബേസിക്കും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ എൻഡാക്കും. അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ നമുക്ക് പോയിന്റിലോട്ട് വരാം. എന്താണ് SL ഹണ്ടിങ്? SL ഹണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ 2 പാർട്ടിസിപ്പൻസാണ് ഉള്ളത്, ഒന്ന് ബയ്യറും നെയ്തർ സെല്ലറും. റൈറ്റ്, ഈ 2 പാർട്ടിസിപ്പൻസാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതെല്ലാവർക്കും അറിയാലോ, ബയ്യറുണ്ട് സെല്ലറുണ്ട്. അവരാണ് മാർക്കറ്റിനെ എല്ലാ രീതിയിലും ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതും, മൊമെൻറ്റം കൺട്രോൾ ചെയ്യുന്നതും, മൊമെൻറ്റത്തിനനുസരിച്ചിട്ട് മാർക്കറ്റ് ഷൂട്ടപ്പ് ചെയ്യുന്നതും, ഡംപ് ചെയ്യുന്നതും,
ഇവരെല്ലാം ഇമോഷൻ വെച്ചിട്ടാണ്, റൈറ്റ്? അപ്പോൾ മാർക്കറ്റിൽ അവരെങ്ങനെ അവൈലബിൾ ആവുന്നു, മാർക്കറ്റിൽ ലാസ്റ്റ് ക്ലോസിംഗ് ഡേയിൽ എങ്ങനെ അവൈലബിൾ ആവുന്നു, നാളത്തേക്കുള്ള മാർക്കറ്റിൽ ഇന്നത്തെ ചാർട്ട് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു ഹെവി ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു സൈക്കോളജി എന്താവും, അവിടെ എസ് എൽ ലണ്ടിങ്ങിന് ഒരു വാല്യൂ ഇല്ല, ഇനി ഹെവി അൺഎക്സ്പെക്റ്റഡ്ലി ഗ്യാപ്പ് ഡൗൺ വന്നു കഴിഞ്ഞാൽ എന്ന് മനസ്സിലാക്കാം, അവിടെ എങ്ങനെ എസ് എൽ ലണ്ടിങ് വർക്ക് ചെയ്യും. ആൻഡ് ആൾസോ ഒരു ഗുഡ് മാർക്കറ്റ്, അതായത് മേ ബി ഹെവി ഗ്യാപ്പ് അപ്പിന് ശേഷം മാർക്കറ്റിൽ ഈ ചാർട്ടിനെ കൺസിഡർ ചെയ്യാണ്ട് കറണ്ട് ഓപ്പൺ ചെയ്ത ചാർട്ടിൽ എങ്ങനെ എസ് എൽ ക്രിയേറ്റ് ആവുന്നു, ബയ്യറാണോ സെല്ലറാണോ, ആൻഡ് എക്സാക്ട്ലി ഹെവി ഗ്യാപ്പ് അപ്പ് അൺഎക്സ്പെക്റ്റഡ്ലി വന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് എസ് എൽ ലൈവ് ചാർട്ടിൽ ഓപ്പൺ ചെയ്ത പ്രീവിയസ് ചാർട്ടിലില്ലാത്ത ലൈവ് ചാർട്ടിൽ എങ്ങനെ ക്രിയേറ്റ് ആവുന്നത്, അതിനനുസരിച്ച് മാർക്കറ്റ് എങ്ങനെ പോവും, മേലോട്ടോ അടിയിലോട്ടോ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തരാമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ചാർട്ട് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വീക്ക് അല്ലെങ്കിൽ 2 വീക്കിൻ്റെ മുന്നത്തെ നോക്കാം നമുക്ക്. അതായത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 11-ാം തീയതിയിലുള്ളൊരു മാർക്കറ്റ് നമുക്ക് നോക്കാം. അപ്പം ഒരു മാർക്കറ്റും, അതായത് ഒരു വീക്ക് 2 വീക്ക് നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ ആരായാലും ഈ ഒരു കാര്യത്തിനെക്കുറിച്ചൊരു ഐഡൻറ്റിഫിക്കേഷൻ കിട്ടിയാൽ മൾട്ടിപ്പിൾ ചാർട്ട് വെച്ചിട്ട് നോക്കണം, ഓക്കെ? എന്നാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ഈ കാര്യം കാണിച്ചതിന് ശേഷം എങ്ങനെയാണ് റൈറ്റായിട്ട് എസ് എൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഒരു ഇൻഡെക്സ് വെച്ച് മാത്രം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുമോ. ഇന്ത്യൻ മാർക്കറ്റിൽ മൾട്ടിപ്പിൾ ഇൻഡെക്സസ് ഉണ്ട്. അപ്പോൾ അത് ഏത് ഇൻഡെക്സാണ് ഒന്നും കൂടി നമുക്ക് അതായത് അക്യുറേറ്റ് നമുക്ക് തരിക, ഈ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ചാർട്ടിലോട്ട് നോക്കാം, ഓക്കെ? ഇപ്പോൾ ഇവിടെ കണ്ടോ, മാർക്കറ്റിൽ മൺഡേ ചാർട്ടാണ്. അറിയാലോ, ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് കാര്യം അറിയാം, മാർക്കറ്റിൽ ഓൾറെഡി വാർ കണ്ടീഷൻ വളരെ ടൈറ്റനാണ്. അപ്പോൾ ആ ഒരു ബേസിലായിരിക്കും മാർക്കറ്റിൽ ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ മൺഡേ വരിക. ചിലപ്പം ഹെവി ഗ്യാപ്പ് അപ്പ് ആവാം, ചിലപ്പം ഹെവി ഗ്യാപ്പ് ഡൗൺ ആവാം. കാരണം ഇതൊക്കെ അമേരിക്ക എന്നുള്ള സംതിങ് ന്യൂസസ് ഓർ സംതിങ് വാർ കൂളായിട്ടുണ്ട്, വാർ ഡീലൊക്കെ ആയിട്ടുണ്ട്, അത് ഇത് ഗ്ലോബൽ പൊളിറ്റിക്കൽ ടെൻഷൻസിന് വെച്ചിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് എക്സ്പെക്റ്റ് ചെയ്ത് ഓവർ അങ്ങനെ വരുള്ളൂ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ ഏത് ടൈപ്പ് ഓപ്പണിങ്ങിന് നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കണം. ലൈക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഹോളിഡേ ഗ്യാപ്പ്, അതായത് ഫ്രൈഡേ കഴിഞ്ഞ് 2 ഡേയ്സ് ഹോളിഡേ വരുമ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേക്ക് ശേഷം മാർക്കറ്റിൽ എന്തുണ്ടാവും, നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം 7 PM ഓർ സംതിങ്ങിനാണ് ഈവനിങ്. അപ്പോൾ അതിന് ശേഷം മാർക്കറ്റിൽ എന്ത് ചെയ്യും, അത്രയും ടൈം ക്ലോസ് ചെയ്യുന്നത് വരെ ഒരു ഇവൻറ്റ്സ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റും മാർക്കറ്റിൽ വരുന്നത് എപ്പോഴായിരിക്കും, മൺഡേ ആയിരിക്കും. അപ്പോൾ അതായത് മൺഡേ എന്തെങ്കിലും സംതിങ് നടക്കുന്നത് മൺഡേ ആയിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് വരിക. അപ്പം അങ്ങനെ ഒരു കാര്യം മാർക്കറ്റിലുണ്ട്. അത് വന്ന് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇന്ന് മൊത്തം കവറപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുമോയെന്നറിയില്ല. ബട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീപ്പായിട്ട് വേറെ വീഡിയോ കൂടി ചെയ്യും. ഇതൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഗ്യാപ്പ് ഡൗൺ വന്നതിന് ശേഷം മാർക്കറ്റിൽ കണ്ടോ വർക്ക് ചെയ്തിട്ടുള്ളത്, നമുക്ക് ഓൾറെഡി അറിയാം മാർക്കറ്റിൽ ഇത് ഫ്രൈഡേയുടെ ചാർട്ടാണ്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, ഫ്രൈഡേനെ കുറിച്ച് സംസാരിച്ചിട്ട് നമുക്ക് മൺഡേയിലോട്ട് വരാം. ആ ഒരു ദിവസം മാർക്കറ്റിൽ ഗ്യാപ്പ് ഡൗൺ മാർക്കറ്റ് തന്നു ഫ്രൈഡേ. അപ്പോൾ മാർക്കറ്റ് എന്താ ചെയ്തത്, എല്ലാവർക്കും അറിയാം ഗ്യാപ്പ് ഡൗൺ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ മൈൻഡ് സെറ്റും സെല്ലിംഗ് പ്രഷറായിരിക്കും, റൈറ്റ്? അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, വന്നു റീടെസ്റ്റോട് കൂടി വന്നു. ഈ റീട്രേസ്മെൻറ്റിലൊക്കെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ സെല്ലർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് റീട്രേസ്മെൻറ്റ്. എപ്പോഴും റീറ്റെയിലേഴ്സിന് വേണ്ടത് റീട്രസ്റ്റ് ആണ്. അതായത് റീറ്റെയിലേഴ്സ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക എന്താണ്, ഓപ്പണിംഗ് ആദ്യം നോക്കും. ഓക്കെ, എന്ന് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ്, അപ്പോൾ തന്നെ ഇമോഷൻ അവിടെ എന്താണ്, സെല്ലിംഗ് ആണ്. ഓക്കെ, എന്ന് സെല്ലിങ്ങിനാ ചാൻസ്. പിന്നെ റീട്രേസ്മെൻറ്റ് എല്ലാവർക്കും റീറ്റെയിലേഴ്സിന് വേണ്ട ഒരു നീഡ് എന്താണ്, റീടെസ്റ്റ് ആണ്. റീട്രേസ്മെൻറ്റാണ് എല്ലാ റീറ്റെയിലേഴ്സും ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും, മാർക്കറ്റിൽ നല്ല റീട്രേസ്മെൻറ്റ് വെയിറ്റ് ചെയ്യും. ഇപ്പോൾ റീട്രേസ്മെൻറ്റിന് ശേഷം മാർക്കറ്റ് പോകുന്നത് കണ്ടോ, മാർക്കറ്റ് ഇങ്ങനെ റീടെസ്റ്റ് അടിക്കുന്നു, സെല്ലിങ്ങിലോട്ട് വരുന്നു. ഇതൊരു മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇതിന് ശേഷം മാർക്കറ്റ് നടന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒറ്റ മാർക്കറ്റ് വന്നു, റൈറ്റ്? ലാസ്റ്റ് അറ്റംപ്റ്റിൽ ഒരു ലോവർ ലെവൽ ക്രിയേറ്റ് ചെയ്തു, ഒറ്റയടിക്ക് മാർക്കറ്റ് പമ്പ് ചെയ്തു. അപ്പോൾ അതായത് മാർക്കറ്റിൽ അന്ന് റാൻഡംലി കയറാൻ നോക്കിയിട്ടുണ്ടായിരുന്ന സെല്ലേഴ്സിൻ്റെ എസ് എൽ ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തു മാർക്കറ്റ്. അപ്പോൾ എന്തുകൊണ്ട് ഹിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റീസൺ ഉണ്ട്. ഒന്നാമത്തെ റീസൺ മാർക്കറ്റിൽ ഫ്രൈഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇനി സാറ്റർഡേയും സൺഡേയും മാർക്കറ്റിൽ പ്രോബ്ലം ആണ്, ഹോളിഡേ ആണ്. എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാർക്കറ്റിൽ റിസ്ക് ആവും. അത് ഒരു കണ്ടീഷൻ, ഓക്കെ? അപ്പം ഒരു 50 to 70% സെല്ലേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടോ, മാർക്കറ്റിൽ റീട്രേസ്മെൻറ്റിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും സ്ട്രെങ്ത്തിൽ ഇരിക്കുന്ന കുറച്ച് സെല്ലേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ എസ് എൽ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 77,500 എബോ ആണ് വരിക. അപ്പോൾ അതായത് മാർക്കറ്റിൽ എപ്പോഴും എസ് എൽ ഹോൾഡ് ചെയ്യുന്നതും എസ് എൽ ഹോൾഡ് ചെയ്തിരിക്കുന്നതും റൗണ്ട് നമ്പേഴ്സ് ടേമിൽ കണക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റിലിരിക്കുക. അപ്പോൾ ഞാനത് ഓരോ ഇൻഡെക്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഈ ഒരു ഫ്രൈഡേനെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് മാർക്കറ്റിൽ. അപ്പം ഈ ഒരു റീടെസ്റ്റിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, 70 to
അതായത് 50-70% സെല്ലേഴ്സിൻ്റെ എസ് എൽ മാർക്കറ്റ് എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഒരു പരിധിയിലേറെ ആൾക്കാർ 2 ദിവസം ഹോളിഡേ വരികയാണെങ്കിൽ മേ ബി സംതിങ് അൺഎക്സ്പെക്റ്റഡ്ലി വന്നു കഴിഞ്ഞാൽ നമുക്കത് റിസ്ക്കായി മാറുന്ന രീതിയിൽ അവരെന്ത് ചെയ്യും, എക്സിറ്റ് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് പോകും. പിന്നെ ഞാൻ പറഞ്ഞത് സ്ട്രെങ്ത് ആയിട്ടുള്ള ഇരിക്കുന്ന കുറച്ച് സെല്ലേഴ്സ് ഉണ്ടാവും മാർക്കറ്റിൽ. അപ്പോൾ അവരൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റിൽ കണ്ടിന്യൂസ് സെൽ ഓഫാണ്. അപ്പോൾ പിറ്റേന്ന് എന്താ ചെയ്തത്, ഇവരെ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ അവിടെ ബാക്കിയിരിക്കുന്ന സെല്ലേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ മാർക്കറ്റിൽ ഹെവി ഗ്യാപ്പ് ഡൗൺ വന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യില്ല, ഒരു കണക്കിന് മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരില്ല. കാരണം കണ്ടിന്യൂസ് സെൽ ഓഫ് വരുന്ന മാർക്കറ്റാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ അവരെന്ത് ചെയ്യും, എക്സ്ട്രാ അവരെന്ത് ചെയ്യും, സേഫ് ആവും മാർക്കറ്റിൽ. അതായത് അവരത്രയും സേഫിൽ മാർക്കറ്റിൽ എത്തിപ്പെടും. അപ്പോൾ അവരെന്ത് ചെയ്യില്ല, പ്രോഫിറ്റ് ബുക്ക് ചെയ്യില്ല. പിന്നെ അടുത്ത അറ്റംപ്റ്റ് എന്താ വരിക, മാർക്കറ്റ് വന്നു, ഓപ്പൺ ചെയ്തു. മാർക്കറ്റിന് പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ പുതിയ എസ് എൽ ക്രിയേറ്റ് ചെയ്യലാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ ഓപ്പണിംഗ് എന്താണ്, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഇതെന്തായിരിക്കും, കണ്ടീഷൻ എന്തായിരിക്കും, മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഒരു എൻട്രിക്കും വേണ്ടി എടുക്കുന്നൊരു സംഭവം എന്താണ്, ഫിബനാച്ചി റീട്രേസ്മെൻ്റ് ആണ്. ഞാനും യൂസ് ചെയ്തത് തന്നെയാണ്. അപ്പോൾ ഫിബനാച്ചി റീട്രേസ്മെൻറ്റ് ആ ഡേ ഓപ്പണിംഗ് മുതൽ ഡേ ക്യാൻഡിൽ വരെ, അതായത് ഓപ്പൺ ക്യാൻഡിൽ വരെ നമ്മൾ ഡ്രോ ചെയ്ത് നോക്കുമ്പോൾ എക്സാക്ട് റിജക്ഷൻ ഇത് അവിടെ നിന്ന് കിട്ടി. അപ്പം എല്ലാവരും മൾട്ടിപ്ലി ആൾക്കാർ ട്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, സെല്ലിങ് കിട്ടാനാണ്. അപ്പം ആസ് എ ട്രേഡർ ഞാൻ എങ്ങനെ പൊസിഷൻ എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എസ് എൽ ലെൻഡിങ് എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം ആസ് എ ട്രേഡർ ഇവിടുന്ന് റിജക്ഷൻ കിട്ടുന്ന ആൾക്കാർ നോക്കും. അപ്പോൾ ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പൊസിഷൻ എൻ്റർ ചെയ്യാം, ഇവിടുന്ന് സെല്ലർ ക്രിയേറ്റ് ചെയ്യും മാർക്കറ്റിൽ. അപ്പോൾ എന്ത് സംഭവിക്കും, ഒരു ഡബിൾ ഇമോഷൻ ക്രിയേറ്റ് ആവും. ഒന്ന് ഓപ്പൺ ക്യാൻഡലിൻ്റെ മാർക്കറ്റ് റിയാലിറ്റി ബ്രേക്ക് ഡൗൺ ചെയ്തു, റീടെസ്റ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, റാൻഡം സെല്ലർ അഗെയിൻ കയറാൻ നോക്കും. അത് കയറാൻ നോക്കുമ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ട്രിക്കി പരിപാടിയാണ്. മാർക്കറ്റ് അവർ റീടെസ്റ്റ് എടുത്തിട്ട് എസ് എൽ അടുപ്പിക്കും. കാരണം ഈ ഒരു സോൺ വരെ മാർക്കറ്റ് സെല്ലർ ഇങ്ങനെ ബൾക്ക് അടിച്ച് കയറാൻ നോക്കും. കാരണം ഇതൊക്കെ ട്രസ്റ്റ് എന്തായിരിക്കും, ഈ ഒരു ക്യാൻഡിലായിരിക്കും. ഓക്കെ, ക്യാൻഡിൽ ഓപ്പണിംഗ് തന്നെ ആ സ്വിങ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി മാർക്കറ്റ് എന്ത് ചെയ്യുക, സെൽ ഓഫ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിന്നുള്ള സെല്ലർ മോഷൻ സെല്ലേഴ്സ് ഇവരൊക്കെ ട്രാപ്പായി എസ് എൽ ഹിറ്റ് ചെയ്ത് അവർ എസ് എൽ ഓൾമോസ്റ്റ് ഇറങ്ങിയ ശേഷം മാർക്കറ്റിൽ എന്ത് ചെയ്യും, എഗെയിൻ സം കൈൻഡ് ഓഫ് റീട്രേസ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് ഒരു ബൈയിങ് പ്രഷർ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ ആ കറൻറ്റ് മൊമെൻ്റ് അങ്ങ് ഫോളോ അപ്പ് ചെയ്യും. ഇതാണ് ഒരു മാർക്കറ്റ് ചെയ്യുന്നൊരു പാറ്റേൺ എസ് എൽ ലെൻഡിങ്ങിൻ്റെ. ഇനി നെക്സ്റ്റ് സിനാരിയോട്ട് നമുക്ക് വരാം. ഇത് നോക്ക്, മാർക്കറ്റിൽ സിമിലർ കണ്ടീഷൻ മാർക്കറ്റിൽ പിറ്റേ ദിവസം എന്ത് ചെയ്ത്, സെയിം കണ്ടീഷൻ ഞാൻ ഡിസ്കസ് ചെയ്ത സെയിം കണ്ടീഷൻ, ഗ്യാപ് ഡൗൺ വന്നു, മാർക്കറ്റ് ക്വിക്കലി ഫോളോ ചെയ്തു. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടില്ല, അധികം റീട്രേസ്മെൻറ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് മാർക്കറ്റിൽ എന്തുണ്ടാവും, റാൻഡം സെല്ലർ ഉണ്ടാവും. നമ്മൾ പിറ്റേ ദിവസമാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഇത് ഏതാ ദിവസം, ഐ തിങ്ക് ദിസ് വിൽ ബി ട്യൂസ്ഡേ, അതായത് ചൊവ്വാഴ്ച. അതൊന്നും ഒരു വീക്കിലി എക്സ്പയറി ആയിരുന്നു നിഫ്റ്റിയിൽ. ഇനി നമ്മൾ നോക്കുന്ന കാര്യമാണ് ബുധനാഴ്ച നോക്ക്, വെഡ്നെസ്ഡേ. ഓക്കെ, വെഡ്നെസ്ഡേ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് എന്തറിയാം, മാർക്കറ്റിൽ ഡയറക്റ്റ് ഗ്യാപ് ഡൗണിന് ശേഷം എഗെയിൻ ഫോളോ ആയിരുന്നു വിത്തൗട്ട് എനി റീട്രേസ്മെൻറ്റ്. ഈ വിത്തൗട്ട് റീട്രേസ്മെൻറ്റ് പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോലി മാർക്കറ്റ് വരുമ്പോൾ ഡെഫിനറ്റ്ലി സെല്ലർ എന്ത് ചെയ്യും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്കൊരു ഐഡിയോളജി കിട്ടി, മാർക്കറ്റിൽ സെല്ലർ ഉണ്ട്. അപ്പോൾ നമുക്ക് ബുധനാഴ്ച അവരെ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെ ടാർഗറ്റ് ചെയ്യാം, എന്ത് ബേസിൽ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ മാർക്കറ്റ് ചെയ്ത പരിപാടി നിങ്ങൾ നോക്കണം. ഞാനിത് ഡീകോഡ് ചെയ്യാണ് 1 by 1. അപ്പോൾ നമുക്ക് എന്തുണ്ട്, ഒരു റൗണ്ട് നമ്പറിൻ്റെ ബിലോണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തതെന്ന് 75,000 എന്ന റൗണ്ട് നമ്പറിൻ്റെ ബിലോണ് മാർക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നുണ്ട് സെല്ലർ മാർക്കറ്റിൽ എൻ്ററായി, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഫ്ലാറ്റ് ഓർ സംതിങ് ഓപ്പൺ ചെയ്തിട്ട് ക്വിക്കലി മാർക്കറ്റ് വന്ന് എക്സാക്ട്ലി റിജക്ഷൻ പോയിൻ്റ് എടുത്തു, ആൻഡ് ഫോളോ ചെയ്തു, ഓപ്പൺ ക്യാൻഡിൽ ബ്രേക്ക് ഡൗൺ ചെയ്തു, മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് കൊടുത്തു. എന്നാൽ അതിന് ശേഷം മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് കണ്ട കംപ്ലീറ്റ് ഹിറ്റിംഗ് ആയിരുന്നു. അതായത് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ റാൻഡംലി ഇരിക്കുന്ന സെല്ലർ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഹീറ്റ് ചെയ്ത കണ്ടീഷനിൽ അവർ എസ് എൽ ഹിറ്റ് ചെയ്യിപ്പിച്ചു. ഇതാണ് എസ് എൽ ലെൻഡിങ്ങിൻ്റെ ഒരു പ്യൂറസ്റ്റ് എക്സാമ്പിൾ. പിന്നെ പിറ്റേ ദിവസം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഡെഫിനറ്റ്ലി ഇവിടെ നിന്ന് ഉണ്ടായിരുന്ന റാൻഡം സെല്ലേഴ്സിനെ കംപ്ലീറ്റ്ലി മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഓപ്പണിംഗ് വന്നിട്ടുള്ളത്. ഓക്കെ, എനിക്ക് കംപ്ലീറ്റ് ചാപ്റ്റർ ഇതിൽ കവറപ്പ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഇതാണ് പ്യൂറസ്റ്റ്ലി മാർക്കറ്റിൽ എസ് എൽ ലെൻഡിങ് എന്ന് പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് ഓരോ ഇമോഷൻ നോക്കും, ട്രെൻഡ് ഏതാണെന്ന് നോക്കും. ആദ്യം നോക്കുന്നത് മാർക്കറ്റ് ട്രെൻഡ് നോക്കും. അപ്പോൾ ട്രെൻഡാണ് ഈ സെല്ലർ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ്. അപ്പോൾ മാർക്കറ്റ് അതിനുള്ള അവസരങ്ങൾ കൊടുക്കും, 1-2 ദിവസം അവസരങ്ങൾ കൊടുക്കും, റൈറ്റ്. അപ്പോൾ കൊടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, പിറ്റേ ദിവസം മാർക്കറ്റിൽ ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റിൻ്റെ റിയാക്ഷൻ മാറും. അപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അതൊക്കെ. അപ്പോൾ ബുധനാഴ്ചത്തെ മാർക്കറ്റ് കഴിഞ്ഞ് വ്യാഴാഴ്ച നോക്ക്, മാർക്കറ്റ് വന്നു, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്തു, മാർക്കറ്റ് വന്നു, പ്രീവിയസ് ഡേ ക്ലോസിന് കഴിഞ്ഞ മാർക്കറ്റിലുണ്ട്, ആൻഡ് നൈസ്ലി റാൻഡം നമ്പറുണ്ട്, അതായത് റൗണ്ട് ഫിഗറും ഉണ്ട് മാർക്കറ്റിൽ. ക്ലോസിന് കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ചെയ്തു, മാർക്കറ്റിൽ ക്വിക്ക് മൊമെൻറ്റമായിരുന്നു. ഈ ക്വിക്ക് മൊമെൻറ്റ് എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രീവിയസ് ഡേ അവൈലബിൾ ആയിട്ടുള്ള സെല്ലേഴ്സിൻ്റെ എസ് എല്ലാണ് മാർക്കറ്റ് അവിടെ ഹിറ്റ് ചെയ്യിച്ചത്. ഇത്രയും സ്ട്രെച്ച് ആയിട്ടുള്ള മൊമെൻറ്റം വരുന്നതിൻ്റെ ഏറ്റവും മേജർ റീസൺ എന്ന് പറഞ്ഞാൽ
ആ സെല്ലർ എസ് എൽ മാർക്കറ്റിൽ ഈറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കണ്ടീഷനാണത്. അപ്പോൾ ഞാൻ എസ് എൽ ഹണ്ടിങ്ങിൻ്റെ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് എസ് എൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഒരു ഇൻഡെക്സ് വെച്ച് മാത്രം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ് ബാങ്ക് നിഫ്റ്റി യൂസ് ചെയ്യും, നിഫ്റ്റി യൂസ് ചെയ്യും. ഇവൻ ഞാൻ ട്രേഡ് ചെയ്യുന്നത് സെൻസെക്സിലാണെന്നുണ്ടെങ്കിലും എൻ്റെ കൺഫർമേഷൻ ഇൻഡെക്സസ് എന്ന് പറഞ്ഞാൽ ഒന്ന് മേജർലി ബാങ്ക് നിഫ്റ്റി, പിന്നെ ഒന്ന് നിഫ്റ്റി. നിഫ്റ്റിയിലെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ എല്ലാ ഇൻഡെക്സിനും എടുക്കുന്നത് റൗണ്ട് നമ്പേഴ്സാണ്. റൗണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്തായിരിക്കും. ഒരു 500 ലെവൽ റേഞ്ചിൽ മാർക്കറ്റിൽ വരുന്ന ഡിഫറൻസസ് 54,000, 53,500 ഈ റേഞ്ചസിൻ്റെ എടുത്തുനിന്ന് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ആ ക്ലോസിങ് ടൈം എത്തുമ്പോൾ മാർക്കറ്റ് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണെങ്കിൽ സെല്ലർ ഉണ്ടാവും. മാർക്കറ്റിൽ അത് ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഹോൾഡ് ചെയ്തിട്ടാണോ അപ്പോൾ അവിടെ ബയ്യർ ഉണ്ടാവും. അപ്പം അത് ആ ഒരു കൺഫർമേഷൻ നമുക്ക് സെൻസെക്സ് ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടി. നമ്മൾ എന്ത് ചെയ്യും, നിഫ്റ്റിയിലോട്ട് നോക്കും. നിഫ്റ്റിയിൽ നമുക്ക് റൗണ്ട് നമ്പേഴ്സ് പറഞ്ഞാൽ വളരെ വൈഡാണ്. ചിലപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന കണ്ടീഷനിൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഇതിൻ്റെ അടുത്തോട്ട് എത്തുകയെന്ന് ചെയ്യില്ല. അപ്പം എത്തുന്ന സമയത്ത് അവൈലബിൾ ആണെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ബയ്യർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓർ സംതിങ് കിട്ടിയ സെല്ലിങ് ട്രേഡ് നമുക്ക് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ മാർക്കറ്റ് നിൽക്കുന്നതിൻ്റെ ബിലോ ആണ്, അപ്പോൾ അവിടെ സെല്ലർ അവൈലബിൾ ആണ്, അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ബൈയിങ് ട്രൈ ചെയ്യാം. അപ്പം 2 ഇൻഡെക്സിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടി. അത് നിഫ്റ്റിയിലും കിട്ടി, ബാങ്ക് നിഫ്റ്റിയിലും കിട്ടി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യും, ഞാൻ സെൻസെക്സും കൂടി നോക്കും. ചില സമയത്ത് എനിക്ക് എന്ത് കിട്ടുള്ളൂ, ബാങ്ക് നിഫ്റ്റിയിലും സെൻസെക്സിലും എനിക്ക് കിട്ടുള്ളൂ. ചില സമയത്ത് നിഫ്റ്റിയിലും സെൻസെക്സിലേ കിട്ടുള്ളൂ, ബാങ്ക് നിഫ്റ്റി കിട്ടൂല. അപ്പോൾ 3 ഇൻഡെക്സ് ഞാൻ കൺസേൺ ചെയ്യുന്നതിൽ 2 കൺഫർമേഷനാണ് ഞാൻ എപ്പോഴും ട്രേഡ് പ്ലാൻ ചെയ്യാറുള്ളത്. അപ്പം ഇങ്ങനെയാണ് പൊതുവേ എസ് എൽ ലണ്ടിങ്ങിൽ നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് ഇത് 2 സൈഡും ഉണ്ട്. നെയ്തർ ബൈയിങ് മാർക്കറ്റിൽ നമുക്ക് പ്ലാൻ ചെയ്യാം, നെയ്തർ സെല്ലിങ്ങും പ്ലാൻ ചെയ്യാം. ഇത് പ്യൂറസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഏത് ലെവലിൻ്റെ മേലെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഒരു റൗണ്ട് നമ്പറിൻ്റെ മേലെയാണെങ്കിൽ ബയ്യർ ഉണ്ടാവും. മാർക്കറ്റ് പിറ്റേ ദിവസം മാർക്കറ്റിൽ ഫോളോ ചെയ്യുമോ അതോ മേലോട്ട് പോവുമോ, ഈ കണ്ടീഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് പോകാനാണ് ചാൻസ്, മേലോട്ട് ഇറങ്ങാനാണ് ചാൻസ്. ആൻഡ് രണ്ടാമത്തെ കാര്യം, മാർക്കറ്റിൽ എന്ത് ചെയ്യാണ്, 2 ഇൻഡെക്സിനെ കമ്പാരിസൺ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് എസ് എൽ ലണ്ടിങ് റൂൾ നമുക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് ബയ്യേഴ്സിൻ്റെ എസ് എൽ, സെല്ലേഴ്സിൻ്റെ എസ് എൽ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഈ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞത്. കാരണം ഇത് സിമ്പിളാണ്. നമുക്ക് ബയ്യേഴ്സിൻ്റെ എസ് എല്ലും സെല്ലേഴ്സിൻ്റെ എസ് എല്ലും ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. അതായത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞു 3 ഇൻഡെക്സ് ഉണ്ട്. ഈ 2 ഇൻഡെക്സിൽ കൺഫർമേഷൻ എടുത്തിട്ടാണ് നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ എന്ത് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ട് നടന്നൊരു ട്രേഡ് ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റിൽ ഈ കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ ഫ്രൈഡേ അല്ല, അത് വെഡ്നെസ്ഡേയുടെ മാർക്കറ്റ്, വ്യാഴാഴ്ചത്തെ മാർക്കറ്റ്, ഇതാണ് ഫ്രൈഡേ മാർക്കറ്റ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് കഴിഞ്ഞ വീക്കിലെ. അപ്പം ഈ ഒരു വീക്കിലെ മാർക്കറ്റിൽ ഇത് വീക്കിലി എക്സ്പയറി ആയിരുന്നു എന്ത്, സെൻസെക്സിന്, റൈറ്റ്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഗ്യാപ്പ് അപ്പിന് ശേഷം പക്കാ സെൽ ഓഫ് ആയിരുന്നു. ഈ സെൽ ഓഫിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള എനിക്ക് ട്രേഡ് അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കുറച്ച് ബിസി ആയിരുന്നു ആ ദിവസം. അപ്പോൾ ഇവിടെ നമുക്ക് പ്യൂറായിട്ട് മാർക്കറ്റിൽ എന്ത് പറയാൻ പറ്റും, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് കംപ്ലീറ്റ് സെൽ ഓഫാണ്, ഒരു പക്കാ സെൽ ഓഫ് മൂഡ്. അതിനവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ക്ലോസിങ് റേഞ്ചും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്, റൗണ്ട് നമ്പറും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എന്തായാലും ഇമോഷനോടെ സെല്ലർ കയറും. ഞാൻ പറഞ്ഞത് റൗണ്ട് നമ്പർ നമ്മൾ നോക്കണം, പ്രീവിയസ് ഡേൻ്റെ ക്ലോസിങ് റേഞ്ച് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടോ, ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടോ. ഈ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ അടിയിലോട്ട് ഇതാക്കുക, ബ്രേക്ക് ഔട്ട് പറഞ്ഞാൽ മേലോട്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് അടിയിലോട്ടാകുമ്പോൾ സെല്ലർ ഇമോഷൻ വരും, മേലോട്ടാകുമ്പോൾ ബയർ ഇമോഷൻ വരും. റൗണ്ട് നമ്പർ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടോ, ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടോ, അതേപോലെ തന്നെ ഈ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ കണ്ടങ്ങൾ വന്നു. മാർക്കറ്റ് ഒരു ആവശ്യമില്ലാണ്ട് ഗ്യാപ്പ് വന്നു, സെൽ ഓഫ് ആയിരുന്നു. പ്രീവിയസ് ഡേ ക്ലോസിംഗ് റേഞ്ച് ബ്രേക്ക് ഡൗൺ ചെയ്തു, റൗണ്ട് നമ്പർ ബ്രേക്ക് ഡൗൺ ചെയ്തു, മാർക്കറ്റ് പക്ക ഫ്ലാറ്റ് കിട്ടി, മാർക്കറ്റ് കംപ്ലീറ്റ് റിക്കവറി. ഈ കാര്യം മാർക്കറ്റിൽ നടക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിഫ്റ്റിയിലോട്ട് നോക്കുക. നിഫ്റ്റിയിൽ നമുക്ക് യാതൊരു സൈനും കിട്ടില്ല മാർക്കറ്റിൽ. പക്ഷേ അവിടെ നിഫ്റ്റി എന്ത് റെസ്പെക്റ്റ് ചെയ്യും, ഏതെങ്കിലും ലെവലിനെ സപ്പോർട്ടായിട്ട് റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ ചില കണ്ടീഷനിൽ എൻട്രി എങ്ങനെയാണ് എസ് എൽ ലണ്ടിങ് റൂൾ വെച്ചിട്ട് എൻട്രി ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ എസ് എൽ ലണ്ടിങ് വർക്ക് ചെയ്യുന്നത് ഓൺലി ബയ്യർ ബാർ സെല്ലർ എസ് എൽ വെച്ചിട്ടല്ല, അവിടെ പ്ലസ് സൈക്കോളജി എന്നുള്ളൊരു കണ്ടീഷനും കൂടി ഉണ്ട്. അപ്പം സൈക്കോളജിയും എങ്ങനെ എൻട്രീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം എസ് എൽ ലണ്ടിങ് റൂൾ വെച്ചിട്ട്, ആൻഡ് എസ് എൽ ലണ്ടിങ് റൂൾ വെച്ചിട്ട് എങ്ങനെ എൻട്രി ഫൈൻഡ് ഔട്ട് ചെയ്യാം, സൈക്കോളജി വെച്ച് മിക്സ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ട്രെൻഡ് കൺഫേം ചെയ്യാം, ആൻഡ് മൾട്ടിപ്പിൾ ഇൻഡെക്സ് വെച്ചിട്ട് എങ്ങനെ അക്യുറേറ്റ്ലി നമുക്ക് ട്രേഡ്സ് എടുക്കാം, ആൻഡ് എങ്ങനെയൊക്കെയാണ് ഇതിൽ എസ് എൽ ലണ്ടിങ് ബയ്യേഴ്സിൻ്റെ എസ് എൽ സെല്ലേഴ്സിൻ്റെ എസ് എൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമുക്കത് എങ്ങനെ എൻട്രിയിലോട്ട് നമുക്ക് യൂസ്ഫുൾ ആക്കാം. ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ട് ഡീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു എസ് എൽ ലണ്ടിങ് പ്ലസ് സൈക്കോളജി എന്നുള്ള രീതിയിലൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കമൻറ്റിൽ അറിയിക്കുക.
ഓക്കെ ആണെന്ന് ഞാൻ ഡെഫിനറ്റ്ലി ഫോളോ അപ്പ് ചെയ്യാൻ അടുത്ത വീക്കിലോ സംതിങ് നോക്കിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അപ്പോൾ ഇതാണ് SL ലെൻഡിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റ് ഉണ്ടാവും. പക്ഷേ എനിക്കൊന്നും കൂടി കംഫർട്ടബിലിറ്റിയും എനിക്കൊന്നും കൂടി ബാക്ക് ബോൺ കിട്ടിയത്, എനിക്ക് റിയലൈസേഷൻ സ്ട്രാറ്റജി റിലേറ്റഡ് റിയലൈസേഷൻ എനിക്ക് കിട്ടിയത് ഈ ഒരു സ്ട്രാറ്റജിയിലാണ്. പക്ഷേ ഒരിക്കലും കിങ് സ്ട്രാറ്റജി ആണെന്ന് ഞാൻ പറയത്തില്ല. ആ കിങ് ആരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രേഡ് ചെയ്യുന്നവർക്കറിയാം. ബിഗിനേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, കിങ് ഒരിക്കലും സ്ട്രാറ്റജി അല്ല. കിങ് ഓൾവേസ് മാർക്കറ്റിൽ മണി മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ആൻഡ് റിസ്ക് റിവാർഡ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് മാർക്കറ്റിലെ കിങ്. സ്ട്രാറ്റജി ഓർ സംതിങ് ഡയറക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനും കറക്റ്റ് ബയാസ്, കറക്റ്റ് പ്രോബബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്ട്രാറ്റജി. അപ്പോൾ ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, SL ലെൻഡിങ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ട്രൈ ചെയ്യുക. അതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡീപ്പ് വീഡിയോ അബൌട്ട് SL ലെൻഡിങ് പ്ലസ് സൈക്കോളജി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യാമെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ സീ യു ഗൈസ്, ബൈ ബൈ.